ഹലോ ആർമീസ്, ഇന്നലത്തെ ജങ്കുക്കിന്റെ വിവേഴ്സ് ലൈവിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ആണിത്. ജങ്കുക്ക് ആണെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് തന്നെ. ഒരു 30 മിനിറ്റുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ലൈവ് ആയിരുന്നു ഇത്. നമുക്ക് എന്തായാലും അതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ കേട്ട് നോക്കാം. ജങ്കുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയത് ഇതൊരു പ്രോപ്പർ ലൈവോ ASMR ഒന്നും അല്ല. ഇതെനിക്ക് ആ മൈക്ക് പുതിയതായിട്ട് വാങ്ങിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഈ മൈക്കിനാണെങ്കിൽ കുറച്ച് പ്രത്യേകതയൊക്കെ ഉള്ളതാണ്. ഇത് ഹൈ ക്വാളിറ്റി മൈക്കാണ്. കൂടാതെ ബീറ്റ് ബോക്സേഴ്സും മ്യൂസിഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് ഷൈൻ കൂടെ ആണെന്ന് ജങ്കുക്ക് പറയുന്നുണ്ട്. ജങ്കുക്ക് ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റ് മാത്രം വെച്ചിരിക്കുന്നതുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്പൊ എന്നെ കാണാൻ ഭയങ്കര ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ. ജങ്ക് ഈ ലൈവ് തുടങ്ങിയപ്പോഴാണെങ്കിൽ ജങ്കുവിന്റെ ഫേസ് കാണത്തില്ലായിരുന്നു, ഓഡിയോ മാത്രമായിട്ടാണ് വന്നത്. പിന്നെ ഇടയ്ക്ക് മുഖം കാണിക്കുന്നുണ്ടായിരുന്നു, പിന്നെയും പോകുന്നുണ്ടായിരുന്നു, പിന്നെയും മുഖം കാണിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേന് കണ്ടിന്യൂ ചെയ്ത ലൈവില് ജങ്കുക്ക് അതിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഇത് കറക്റ്റ് ആയിട്ടാണോ പോകുന്നതെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ട്യൂണിലും സെറ്റിംഗ്സിലും ഒക്കെ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആർമീസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് ജങ്കുക്ക് കുറച്ചുകൂടെ ഷൈ ആയി, കാരണം ജങ്കുക്കിന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു മൈക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരു നിമിഷത്തിൽ ജങ്കുക്ക് പറയുന്നുണ്ട്, ഞാൻ ഈ സിംഗിങ് നിർത്തി ASMR തുടങ്ങിയാലോ എന്നൊക്കെ. അതിനിടയിൽ പുറത്തോടെ എങ്ങാണ്ട് ഒരു മോട്ടോർ സൈക്കിളിൽ പോയപ്പോഴത്തേന് അതിന്റെ ഹോൺ കേട്ടിട്ട് ജങ്കുക്ക് സർപ്രൈസ് ആയിട്ട് എന്നൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ക്യൂട്ടായിരുന്നു. പിന്നെയും സോങ്സ് ഒക്കെ പാടുന്നതിനിടയിൽ ജങ്കുക്ക് ആണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ടാണോ, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്യുവാന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതോ ഞാൻ കുറച്ച് അകലെ മൈക്ക് വെച്ചാൽ ശരിക്കും കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ ആർമീസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ലൈവ് കണ്ടിന്യൂ ആയി പോകുമ്പോഴത്തേന് ജങ്കുക്ക് ഒരു കമന്റ് വായിക്കുന്നുണ്ട്. അതിൽ ആർമീസ് ആണെങ്കിൽ ആർമീസിന്റെ ഏജ് ഒക്കെ പറയുന്നുണ്ട്. 26, 17, 12, 47, ഈവൻ 88 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് ആണെങ്കിൽ ചിരിച്ചിട്ട് ഏജ് ഒക്കെ ഒരു നമ്പർ അല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ജങ്കുക്ക് കൺഫ്യൂഷനിൽ ചോദിക്കുന്നുണ്ട്, 88 എന്ന് ഉദ്ദേശിച്ചത് 88 ഇയറിൽ ബോൺ ആയെന്നാണോ അതോ 88 ഏജ് ഉണ്ടെന്നാണോ എന്ന്. എന്നിട്ട് ജങ്കുക്ക് കൺഫ്യൂഷനിൽ ഇരുന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ 88 ലൈനർ ആണെന്നായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ട്, കൂടാതെ ഒരുപാട് യങ്ങർ ഫ്രണ്ട്സും ഉണ്ടല്ലോ ഇവിടെ. എന്നിട്ട് വീണ്ടും ജങ്കുക്ക് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ജങ്കുക്ക് വായിക്കോട്ടേക്ക് വിട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര സ്ലീപ്പിയാണ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയിട്ട് ഉറങ്ങണം. ഞാനാണെങ്കിൽ ഈ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 30 മിനിറ്റ് ആയല്ലോ. ഞാൻ ജസ്റ്റ് ഒരു മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വന്നാൽ ഞാനിപ്പോ 30 മിനിറ്റ് നിങ്ങളോട് ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കുന്നുണ്ട്. 30 മിനിറ്റ് ആയ സ്ഥിതിക്ക് ഞാനെന്നാ പോവാ ആർമീസ്. ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ, ലവ് യു ഗൈസ്. വേവ് സി യു ഒക്കെ ചെയ്തിട്ട് വേവ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ആർമിസ്, ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ബട്ട് നെവർ മൈൻഡ്, ബൈ, താങ്ക് യു എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങിയ ജങ്കുക്ക് വീണ്ടും സ്റ്റോപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു നിമിഷം, ഞാനാണെങ്കിൽ അടുത്ത വർഷം 30 വയസ്സാകും. എന്തൊക്കെ പറഞ്ഞാലും ഞാനായിരിക്കും BTSലെ യങ്ങസ്റ്റ്. എന്നിട്ട് ജങ്കുക്കാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും 30 വയസ്സാകുമെന്ന് പറയുന്നത് കുറച്ച് ഹെഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് 30 വയസ്സാവണ്ട. എന്തൊക്കെ പറഞ്ഞാലും ടീമിൽ ഞാൻ യങ്ങസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്കിൾ ജങ്കുക്ക് ആകുമല്ലോ, ഞാൻ അങ്കിളായി എന്നൊക്കെ ജങ്കുക്ക് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഒരു മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. 30 മിനിറ്റ് ആയി ഞാനിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ആർമീസ്, നിങ്ങൾക്ക് ഒരു ഗുഡ് ഡേ ആയിരിക്കട്ടെ. നന്നായിട്ട് ഉറങ്ങുക, ഈറ്റ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞ് ജങ്കുക്ക് വേവ് ചെയ്തിട്ട് പോകാൻ ഒരുങ്ങുവാണ്. ലവ് യു ഗൈസ്, ഐ എം സോ സ്ലീപ്പി, ബൈ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ജങ്കുക്ക് ലൈവ് എൻഡ് ചെയ്തു. ആർമീസ്, ഞാനിതിൽ എന്തെങ്കിലും പറയാതെ വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്തേക്കണേ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ആർമീസ്.